പൗലോസ് ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 2-3 വട്ടം ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലേ? പക്ഷെ കൊടുത്തു. മറുപടി കൊടുത്തു. മറുപടി കൊടുത്തു. എന്ത്? മുന്തിരിങ്ങ ചോദിച്ചു, മുന്തിരി തോപ്പ് തന്നെ കൊടുത്തു. മുന്തിരിങ്ങ ചോദിച്ചു, മുന്തിരി തോപ്പ് തന്നെ. കൃപ എന്ന് പറയുന്നത് മുന്തിരിങ്ങ ചോദിച്ചു, തന്റെ ജഡത്തിൽ ഒരു ശൂലം വിട്ടുമാറാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചു? 2-3 വട്ടം പ്രാർത്ഥിച്ചു. മറുപടി കിട്ടിയോ? കിട്ടി. എന്ത് കിട്ടി? 2 മറുപടി കിട്ടി. ഒന്ന്, ദൈവശബ്ദം കേട്ടു. എന്ത്? എന്റെ കൃപ നിനക്ക് മതി. രണ്ടാമത്തത്, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. തികഞ്ഞു വരുന്നേ, നിറഞ്ഞു വരും. തികഞ്ഞു വരിക എന്ന് പറഞ്ഞ മറുപടി കണ്ടോ? സ്വത്രം. മറുപടി കിട്ടിയില്ലെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ മറുപടി 2 മറുപടി കിട്ടി. കൃപ. അപ്പൊ കൃപയാണ് എന്നത്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം, അല്ലേ? അപ്പോൾ കൃപയിൽ നിന്നുണ്ട് ശക്തിപ്പെടാൻ പറയുന്നത്, അല്ലെ? പിന്നെ കൃപ വരങ്ങൾ. കൃപാവരങ്ങൾ, അല്ലെ? അപ്പൊ കൃപാദാനങ്ങൾ, കൃപാദാനങ്ങൾ, അല്ലെ? അപ്പോൾ കൃപാവരങ്ങൾ, കൃപാദാനങ്ങൾ. കൃപ എന്താണ്? രക്ഷാകരമായ ദൈവകൃപ. എന്ത് കിട്ടി? ദൈവകൃപ കിട്ടി. രക്ഷാകരമായ, രക്ഷിക്കുന്ന ആ മേഖല. ചോദിച്ചതെന്താണ്? ജഡത്തിശൂലം മാറാൻ. എന്നാൽ പൗലോസ് എന്ത് കൊടുത്തു? ശൂലമില്ലാത്ത, രോഗമില്ലാത്ത ആത്മശരീരം കൊടുത്തു, അല്ലേ? അന്നേരം കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? അന്നേരം കിട്ടി. എന്ത്? കൃപ കിട്ടി. ഞാനിക്കോട്ടെ.
ആ ശൂലം ഒരു അടിയാണെങ്കിൽ അടിക്കുമ്പോൾ എന്തുണ്ടാവണില്ല, വേദന ഇല്ല. കല്ലെറിയുമ്പോ വേദനയില്ലാത്ത ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്ലെറി കൊള്ളുമ്പോ ആരാണ്? സ്തെഫാനോസ്. അവരാരും യഹൂദന്മാര് കോപപരവശരായി സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ ഒരാള് വേദനിക്കുന്ന മുഖഭാവം എങ്ങനെയായിരിക്കും? ഒന്ന് കാണിച്ചു തന്നെ. വേദനിക്കുന്ന മുഖഭാവം, വേദനിക്കുന്ന സ്തെഫാനോസിന്റെ മുഖഭാവം എങ്ങനെയായിരുന്നു? അവന്റെ മുഖം കണ്ടപ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ തോന്നി, അല്ലേ? ദൈവദൂതന്റെ മുഖം പോലെ. ആളുകൾ കാണുന്നത് സ്തെഫാനോസിന്റെ മുഖം നോക്കുമ്പോ എന്തുണ്ട്? അവര് കാണുന്നത് ദൈവദൂതന്റെ മുഖം പോലെയാണ് ആയിട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ സ്തെഫാനോസിനെ ദൈവം എതിരേറ്റു. നോക്ക്, വേദന അവന്റെ ശരീരത്തിൽ വേദനിക്കത്തക്കവൻ അനുഭവമുണ്ടെങ്കിലും അവൻ വേദനയുടെ ലോകത്തായിരുന്നില്ല. പിന്നെ ഏത് ലോകത്തായിരുന്നു? ദൈവ തേജസ്സിന്റെ, ദൈവിക സന്തോഷത്തിന്റെ ലോകത്ത് ആയിരുന്നു. ഇതാണ് കൃപ. കൃപ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മള് നഷ്ടപ്പെട്ട്, വേദനിക്കപ്പെട്ട്, ദണ്ഡിപ്പിക്കപ്പെട്ട്, എല്ലാ രീതിയിലും തകർന്നു പോകേണ്ട സമയങ്ങളില് നമ്മൾ എന്തുണ്ട്? ഈ കഷ്ടതയുടെ നടുവിൽ ആത്മാവിൽ സന്തോഷിക്കത്തക്ക നിലകളില് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ, ദൈവത്തിന്റെ പ്രത്യേകമായ ശക്തി നമ്മുടെ മേൽ ആവസിക്കട്ടെ, ഇറങ്ങട്ടെ.